നന്മ 24 ചാനലിലേക്ക് സ്വാഗതം. കാക്കനാട് കുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയത്താണ് മണ്ണിടിച്ചിൽ ആരംഭിച്ചത്. തൊട്ടു ചേർന്ന് വീടുകൾ അപകടാവസ്ഥയിലാണ്. കംപ്ലൈന്റിന് വേണ്ടി ഇത്ര ഇടിച്ചിട്ടിട്ട് ഈ മഴക്കാലത്ത് ഈ സൈഡ് അന്ന് ആ സൈഡ് ഇടിച്ചിട്ട് പണി കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് ഇല്ല, ആ സൈഡിലുള്ള കംപ്ലൈന്റ് മാത്രം ഉണ്ടായ സംഭവം. ഇതാണ് സൈഡ് കംപ്ലൈന്റ്. പിന്നെ ഈ സൈഡ് എന്തിന് പൊളിച്ച് എന്താ സംഭവം ഒന്നില്ലെങ്കിൽ ഒന്ന് തീർക്കാനുള്ള സംവിധാനം ചെയ്തിട്ട് ചെയ്യാറ്. ഇതിൽ വേറെ എവിടെയെങ്കിലും ഒരു ഇടിഞ്ഞ ഭാഗം കാണിച്ചത് ഇത് വെള്ളം പറ്റിപ്പിടിച്ചേക്കുന്ന സംഭവമാണ്. തീരെ വെള്ളം പറ്റിപ്പ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് നിലവിലുണ്ടായിരുന്ന സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സൈഡ് ഞാൻ പൊളിക്കാറുണ്ട്. ഇത് ഇങ്ങനെ പൊളിക്കേണ്ട ആവശ്യമുണ്ട്. ഈ മഴക്കാലത്ത് നിലവിൽ ഈ സൈഡ് പൊളിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് അടുത്ത സൈഡ് പൊളിക്കാം. ഇത് ഈ സൈഡ് വീടൊക്കെ ഇരിക്കുന്ന സൈഡ് മോളിൽ നിന്ന് വെള്ളം വരുമെന്നൊക്കെ അറിയാവുന്ന. ചുറ്റത്തുകരയിലുള്ള കോരംകുളത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിച്ചിൽ. തൊട്ടു ചേർന്നാണ് രണ്ട് വീടുകൾ. ഇത് അപകടാവസ്ഥയിലാണ്. വിവരം പറഞ്ഞ് തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള, തൃക്കാക്കര നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സൗമ്യ, നഗരസഭയുടെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പ്രമോദ്, വാർഡ് കൗൺസിലർ അസ്മ ഷെരീഫ് തുടങ്ങിയവർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു. നമ്മുടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലുള്ള പൊതുകുളമായ കോരംകുളം നന്നാക്കുന്നതിന് വേണ്ടി 2 പ്രാവശ്യം ടെൻഡർ ഇടുകയും ആരും വർക്കെടുക്കാതെ വന്നു. വീണ്ടും റീടെൻഡർ ഇട്ടു. എന്നിട്ടും ആരും വർക്കെടുത്തില്ല. അതിനുശേഷം നമ്മൾ നിർബന്ധിച്ച് ഈ കുളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു കോൺട്രാക്ടറെ വിളിച്ച് ഏൽപ്പിച്ചതാണ്. എത്രയും പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏൽപ്പിച്ചത്. പക്ഷേ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മഴ ഇന്നലെ ഉണ്ടാവുകയും ഇതിൻ്റെ സൈഡ് ഇടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് നമ്മൾ വർക്ക് ഇത് പൂർത്തീകരിക്കും. ഈ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഉടനെ തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നു. നമ്മുടെ തൃക്കാക്കര നഗരസഭയുടെ പൊതുകുളമാണിത്. ഇതിൻ്റെ രണ്ട് സൈഡ് ഇടിഞ്ഞിരുന്നു. കല്ല് ഒരുപാട് ഇടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ മഴ ഒരുപാട് പെയ്യുമ്പോൾ ഇത് മൊത്തമായിട്ട് ഇടിയണ്ടല്ലോ. പിന്നെ ഈ കുളം കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി 2021 മുതൽ വർക്ക് കൊടുക്കുന്നതാണ് പൊതു ഫണ്ടിൽ വെച്ച് ചെയ്യാൻ. പിന്നെ മുൻ ചെയർപേഴ്സൺ ഇറങ്ങുന്നതിന് മുമ്പ് കുളത്തിന്റെ വർക്ക് പാസ്സാക്കി തന്നായിരുന്നു പൊതു ഫണ്ടിൽ 10 ലക്ഷം രൂപയുടെ. ഈ പൊതുകുളത്തിന്റെ വർക്ക് ടെൻഡർ ഇട്ടിട്ട് ആദ്യത്തെ ഫസ്റ്റ് ടെൻഡർ ഇട്ടുമ്പോൾ ആദ്യം എടുത്തില്ല, ഫണ്ട് കുറവായിരുന്നോണ്ട്. പിന്നെ രണ്ടാമത്തെ റീടെൻഡർ എടുത്ത് ആരും എടുത്തില്ല. പിന്നെ ഞാൻ സിദ്ദിഖായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സിദ്ദിഖ വർക്ക് ചെയ്യാന്നുള്ള ഇത് പറഞ്ഞു. അങ്ങനെ വർക്ക് തുടങ്ങി. ഇപ്പൊ ഈ വേനലിൽ കഴിഞ്ഞ വേനലില് ഭയങ്കര കൊടും വേനലായിരുന്നല്ലോ. അപ്പൊ അതില് കുളം വറ്റിക്കെടുക്കായിരുന്നു. ആ ഇതില് ഇവിടുത്തെ പിള്ളേരും ഈ പരിസരവാസികളൊക്കെ ഭയങ്കര സമ്മർദ്ദം ചെലുത്തി ഇവിടെ കുളം കെട്ടണോന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവരോട് പറഞ്ഞു വന്ന് കുളത്തിന്റെ വർക്ക് തുടങ്ങിയായിരുന്നു. ഇങ്ങനെ ഇത്രയും ഇതാവും എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടായില്ല. കാലവർഷം പെട്ടെന്നുള്ള ഇത് വന്ന് ഇത്രയും ബുദ്ധിമുട്ടാവും എന്നുള്ള ഇത് വന്നില്ല. അപ്പൊ ഇന്നിപ്പോ ചെയർപേഴ്സണും വന്ന് മറ്റേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെയും നമ്മുടെ പ്രമോദ് സാർ ഓവർസിയറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഉടനെ അടിയന്തരമായിട്ടത് പാസ്സാക്കി തരാന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. ചെയർപേഴ്സന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള നടപടി സ്വീകരിക്കാം.